നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. ചാലിയാർ പുഴയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ റിയാസ് കെ മാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റിയാസെ, രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരവും ആണ് എങ്കിൽ പോലും ഇത് വളരെയധികം ഊർജ്ജസ്വലതയോടു കൂടി തന്നെയാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ, യുവാക്കളടക്കം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ എങ്ങനെയാണ് റിയാസെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഇപ്പോൾ മുണ്ടക്കൈയിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നു. നേവിയുണ്ട്, ഒപ്പം തന്നെ ഇൻഫൻട്രി ബറ്റാലിയന്റെ സൈന്യമുണ്ട്, DSCയുടെ സൈന്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും, സൈന്യത്തിന്റെ സംവിധാനമുണ്ട്, NDRF ഉണ്ട്. അതിനു പുറമെയാണ് സന്നദ്ധ സേവകരടക്കമുള്ള ആളുകളാണ് ഈ ഒരു രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. അതിനിടെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നൊരു വല്ലാത്തൊരു വേദന പങ്കുവെക്കേണ്ടി വരുന്നു. മരണം 160 കവിയുന്നു എന്നുള്ള ഒരു വേദനയാണ് പങ്കുവെക്കേണ്ടി വരുന്നത്. മുണ്ടക്കൈയിൽ ഇപ്പോൾ പ്രധാനമായും രക്ഷാദൗത്യം നടക്കുന്നത് ഈ മണ്ണിനടിയിൽ, ചെളിക്ക് അടിയിൽ പുതഞ്ഞുപോയ മനുഷ്യരുണ്ടോ, ഒപ്പം തന്നെ തകർന്നു കിടക്കുന്ന വീടുകളിൽ ആളുകളുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ ജീവിച്ചിരിക്കുന്നവർ അവരെ രക്ഷപ്പെടുത്തുക, മറ്റൊന്ന് മരിച്ചുപോയ ആളുകളുടെ മൃതദേഹം കണ്ടെടുക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ ഈ വയനാട്ടിൽ മന്ത്രിമാരുടെ ഒരു അവലോകന യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 8 മന്ത്രിമാരാണ് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ മന്ത്രി VN വാസവനുണ്ട്, മന്ത്രി PA മുഹമ്മദ് റിയാസുണ്ട്, OR കേളുണ്ട്, AK ശശീന്ദ്രനുണ്ട്, K കൃഷ്ണൻകുട്ടിയുണ്ട്, V അബ്ദുറഹ്മാനുണ്ട്, റവന്യൂ മന്ത്രി K രാജനുണ്ട്, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. അങ്ങനെ 8 മന്ത്രിമാർ. 9ാമത് മന്ത്രിയായി വീണ ജോർജ് പങ്കെടുക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ അവർക്ക് ഇങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് വരുന്ന വഴിയിൽ അവർക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു. അവരിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് കാരണം അങ്ങനെ 8 മന്ത്രിമാരുടെ ഒരു യോഗമാണ് ഇപ്പോൾ, അവലോകന യോഗമാണ് നടക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ മന്ത്രിതല സംഘം അറിയിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രധാനമായും ഇപ്പോൾ 75 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നൊരു വാർത്ത, ഒരു വിവരം ലഭ്യമാകുന്നു. അതിൽ 75 പേർ, 123 മരണങ്ങളാണ് സർക്കാർ ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത് 160 ആയിരിക്കുന്നു. ഇന്നലെ സ്ഥിരീകരിച്ചവരിൽ 75 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ 160 ആകുമ്പോൾ ഇനി മറ്റ് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഈ ആശുപത്രികളുടെ വരാന്തകളിൽ, പരിസരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ മൃതദേഹത്തിനും പേരെഴുതിക്കൊണ്ട് വെച്ച് ആ മൃതദേഹം പൊതിഞ്ഞ് അതിന് മുകളിൽ പേരെഴുതി വെച്ച് കാണുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സ് നേറുന്നുണ്ട്, ഹൃദയം പൊട്ടുന്നുണ്ട്. മനുഷ്യരുടെ മനസ്സ് അത്രമേൽ വേദനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങേറ്റം ഹൃദയഭേദകമായ ഒരു കാഴ്ച, ഉള്ളു പൊട്ടുന്ന കാഴ്ചയാണ് ഉരുൾപൊട്ടൽ കാരണം വയനാട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദയനീയമായ കാഴ്ച. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ അത് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം ായി കൊണ്ടുവരുമെന്ന് കളക്ടർ അറിയിച്ചിരുന്നു. അത് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കാരണം ആരും തന്നെ മലപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ബന്ധുക്കൾ മൃതദേഹം കാണാനായി അല്ലെങ്കിൽ മൃതദേഹത്തിനായി തിരിച്ചറിയാനായി അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല. അത് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരും എന്ന് അറിയിച്ചിട്ടുണ്ട്. 123 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാദൗത്യം മുണ്ടക്കൈയിൽ വളരെ സജീവമായി നടക്കുകയാണ്. ഭദ്ര, തീർച്ചയായും റിയാസ്, എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ചകൾ നമുക്ക് 2018 നമ്മൾക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതും നമ്മൾ അതിജീവിച്ചു, ഇതും നമ്മൾ അതിജീവിക്കും. ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. റിയാസെ, നേരത്തെ ഈ ഹെലികോപ്റ്ററിൽ ഭക്ഷണം കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നു ക്യാമ്പുകളിലുള്ളവർക്ക് നൽകാനായി. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എങ്ങനെയാണ് ഈ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? നമുക്കറിയാം, കേരളം ഒറ്റക്കെട്ടായി ഒന്നാകെ കൈകോർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു